വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെ പ്രപഞ്ചയാഗം നടക്കും. യാഗത്തിന്റെ ഭാഗമായുള്ള പ്രപഞ്ചയാഗത്തിന്റെ പഞ്ചഭൂത ശക്തി പൂജ കന്യാകുമാരിയിൽ നടന്നു. താളം തെറ്റിയ പ്രകൃതിക്ക് യാഗത്തിലൂടെ സന്തുലിതാവസ്ഥ കൈവരുമെന്നും പ്രപഞ്ചയാഗത്തിലൂടെ ലോകത്തിന് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. അഘോരി ആത്മീയ ആചാര്യൻ സ്വാമി കൈലാസപുരിയുടെ നിർദ്ദേശാനുസരണമാണ് യാഗം. जो वो मंदिर है, टेंपल है, वो साधारण टेंपल नहीं है. विश्व में ऐसा टेंपल और ऐसा अलौकिक कार्य करने वाला प्रथम टेंपल होगा. ये जो हो रहा है ये माँ की कृपा है, विश्व कल्याण के लिए हो रहा है. उस यज्ञ के लिए माँ के आदेशानुसार देने आए हैं. 108 മഹാക്ഷേത്രങ്ങളിലെ മണ്ണും ജലവും പൂജയ്ക്കായി പൗർണമിക്കാവിലെത്തിക്കും. മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെയാണ് യാഗം. സകല ചരാചരങ്ങൾക്കും, പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവുമാണ് ഈ പ്രപഞ്ചയാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാഗമണ്ഡപവും മറ്റുള്ള പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനു മുന്നോടിയായി പ്രപഞ്ചയാഗത്തിന്റെ പഞ്ചഭൂത ശക്തി പൂജ കന്യാകുമാരിയിൽ നടന്നു. പഞ്ചഭൂത ശക്തിയിലൂടെ മണ്ണും വിണ്ണും ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് സങ്കല്പം. സ്വാമി കൈലാസപുരിയാണ് പ്രപഞ്ചയാഗത്തിനും നേതൃത്വം നൽകുന്നത്. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം, ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, ബംഗാളിലെ കാളിക ക്ഷേത്രം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 254 സന്യാസിമാരാണ് സ്വാമി കൈലാസപുരിക്കൊപ്പം പ്രപഞ്ചയാഗം നടത്തുക. കഴിഞ്ഞ വർഷം നടന്ന കാളിയാഗത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് പൗർണമിക്കാവിലെത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.